ഞാൻ 2 ദിവസമായിട്ട് 2 പോസ്റ്റുകൾ ഇട്ടിരുന്നു. പ്രായമാവുമ്പോൾ ഒറ്റപ്പെടുന്നതിനെക്കുറിച്ചും കൂടെ കിടക്കുന്നതിനെക്കുറിച്ചും ഒരാൾ പോയാൽ എന്ത് ചെയ്യുന്നതിനെക്കുറിച്ചുമൊക്കെ. അപ്പോൾ ഒരുപാട് പേര് എന്നോട് സംശയം കമൻറ്റിൽ വന്നിങ്ങനെ ചോദിച്ചു, ഒറ്റയ്ക്കായവർ എന്ത് ചെയ്യും, ഒരാൾ നഷ്ടപ്പെട്ടു പോയവർ എന്ത് ചെയ്യും എന്ന് പറഞ്ഞൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി അതിന് ഞാൻ മറുപടി കൊടുക്കണം. അപ്പം അതിങ്ങനെ വന്ന് പറയുകയാണെങ്കിൽ അത് എല്ലാവർക്കും ഒരേ സമയത്ത് അതിൻ്റെ ഇത് കിട്ടുമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ 3 തരത്തിലാണ് അതിനുള്ള ഒരു മറുപടി. അതായത് ദയവേത് ചീത്ത കമൻസ് വരരുത്, ഞാൻ ചീത്ത ഉദ്ദേശം വെച്ച് പറയുന്നതല്ല. ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറഞ്ഞാൽ ഒരേ ഒരു കാര്യം മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഓരോ സാഹചര്യം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിനേക്കാളും പവിത്രമായി, അതിനേക്കാളും ഗാഢമായി, അതിലും ആഴത്തിലുള്ള എത്രയോ ബന്ധങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലുണ്ട്. അല്ലാതെ ആകെ ലൈംഗികപരമായ മാത്രം ഒരു ബന്ധമല്ല എന്ന് കുറേ ആളുകൾ അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറയാൻ വന്നത് 3 കാര്യങ്ങൾ. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാര്യയോ ഭർത്താവോ മരിച്ചാൽ നിൽക്കുന്ന ആൾക്ക് മക്കളുടെ കൂടെ താമസിക്കുന്നവരാണെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ പോവാം. മക്കളും കുട്ടികളും പേരക്കുട്ടികളും അവരുടെ കൂടെ ആയിട്ട് അങ്ങനെ ജീവിച്ചു പോകാം. അവരെ സംബന്ധിച്ച് വലിയ പ്രശ്നമില്ല. പക്ഷേ കുട്ടികൾ, ചിലപ്പോൾ മക്കളില്ലാത്തവരുണ്ടാവാം, ചിലപ്പോൾ പെൺകുട്ടികൾ മാത്രമുള്ളവർ അവരെ വിവാഹം കഴിച്ച് അയച്ചതായിരിക്കാം. പിന്നെ ആൺകുട്ടികളാണെങ്കിൽ അവരെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതിൽ ജോലിയുടെ ആവശ്യം സംബന്ധമായി വേറെ സ്ഥലങ്ങളിൽ പോയിട്ടുള്ളവരായിരിക്കാം. അപ്പം അങ്ങനെ പല അനുഭവമുള്ളവരുണ്ടാവാം. അപ്പം അങ്ങനെയുള്ളവർക്കാണ് ഇനിയുള്ള 2 ഓപ്ഷൻ. ഒന്ന്, ഞാൻ പറഞ്ഞത് പോലെ ഞാൻ ആ പോസ്റ്റിൽ പറഞ്ഞിരുന്നു, നമ്മൾക്ക് പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഹാപ്പി ഹോമായിട്ട് നമ്മളുടേതായ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചുള്ള നമ്മുടേതായ പ്രായത്തിലുള്ള ഒരുപാട് ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്ന സ്ഥലം. അപ്പം അതിന് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ വേണ്ടി വരും. അപ്പോൾ മക്കൾ ചിലപ്പോൾ മക്കളുടെ തന്നെ അപ്പോൾ അവർക്കും സമാധാനം, ഓ അമ്മ അല്ലെങ്കിൽ അച്ഛൻ സേഫായിട്ടാണല്ലോ, ഒറ്റയ്ക്കല്ലല്ലോ എന്നുള്ള ആ ഒരു സന്തോഷത്തോടെ അവർക്കും അവരുടെ കാര്യങ്ങൾ നോക്കി ജോലിക്ക് പോകാനും, വിദേശത്താണെങ്കിൽ അവിടെ അല്ലെങ്കിൽ എവിടെയാണെന്ന് വെച്ചാൽ പോകാൻ സാധിക്കും. ഇവർക്കാണെങ്കിലും സന്തോഷത്തോടെ ഇരിക്കുന്നു. മക്കളെ വേണമെങ്കിൽ വിളിച്ച് ഫോണിലൂടെ കാണാനും ഇതൊക്കെയുള്ള സൗകര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അത് കുഴപ്പമില്ല, മക്കൾ തന്നെ അതിന് വേണ്ട എല്ലാം ചെയ്യും, സഹായങ്ങളൊക്കെ ചെയ്ത് ചെയ്യുന്നവരുണ്ടാവാം. അപ്പോൾ അവരുടെ കാര്യം നമുക്കങ്ങനെ ആ ഒരു രീതിയിൽ പറ്റുന്നത്രയും നമുക്ക് ഒറ്റയ്ക്ക് ജീവിച്ച് നമ്മുടെ വീട്ടിൽ നമുക്ക് തനിച്ച് ജീവിക്കാൻ പറ്റുന്ന അത്രയും തനിയെ ജീവിക്കുക. അത്രയും നല്ല കാര്യം വേറൊന്നുമില്ല. നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മൾ സുരക്ഷിതമായിട്ട് കഴിയുക, നമുക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കുക, അടുത്തുള്ള അമ്പലങ്ങളിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ചെറിയ ചെറിയ യാത്രകൾ പോകാം. പിന്നെ ഒരു കാര്യവും കൂടി ഉണ്ട്, അതിനെക്കുറിച്ചും കൂടുതൽ വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം. നമുക്ക് പറ്റിയ ഈ ട്രിപ്പുകൾ പോകാൻ പറ്റിയ ഒരുപാട് അതും ഇതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മളെ പോലെയുള്ളവരുണ്ടാവാം, മുറി ഷെയർ ചെയ്യാനൊക്കെ. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ തീരുമാനിച്ച് മക്കൾ തന്നെ കൊണ്ടുപോയാക്കുകയും അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇപ്പോൾ ഇഷ്ടത്തിന് അങ്ങനെ പോവുകയും ചെയ്യാം. ഇനി ഒരു കൂട്ടരുണ്ട്, ഒരു പക്ഷേ അവർക്ക് മക്കളുണ്ടാവില്ലായിരിക്കും, ചിലപ്പോൾ അവർക്ക് സാമ്പത്തികം ഉണ്ടാവില്ലായിരിക്കും. ഇങ്ങനെയൊക്കെ പോകണമെങ്കിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകണമെങ്കിൽ സാമ്പത്തികത്തിൻ്റെ ആവശ്യമുണ്ട്, അതുണ്ടാവില്ലായിരിക്കാം. പിന്നെ ചിലരെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെ പോകുന്നതിനോട് താല്പര്യം ഉണ്ടാവില്ല. ആരെങ്കിലും ഒരു തുണ വേണം, തുണയില്ലാതെ ജീവിക്കാൻ പറ്റാത്തവരാണ്, അങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ച് ശീലിച്ചവരായിരിക്കാം, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതുപോലെ തന്നെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുണ്ടാവും. എവിടെയെങ്കിലും ഭാര്യ നഷ്ടപ്പെട്ട ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യയൊക്കെ ഉണ്ടാവാം. അങ്ങനെയുള്ളവർക്ക് എന്തുകൊണ്ട് ഒരുമിച്ച് ജീവിച്ചുകൂടാ? ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മക്കൾ തന്നെ ഇപ്പം അങ്ങനെ ചെയ്യുന്നുണ്ട്. കാരണം അപ്പം പരസ്പരം പെൺകുട്ടിയുടെ അല്ല, ഭാര്യ മരിച്ചുപോയ ഭർത്താവാണെങ്കിൽ അങ്ങേരുടെ മക്കൾക്കും, അതുപോലെ തന്നെ ഭർത്താവ് മരിച്ചുപോയ ഭാര്യയാണെങ്കിൽ അവരുടെ മക്കൾക്കും, അവർക്കും ഈ പറഞ്ഞ പോലെ അച്ഛനും അമ്മയ്ക്കും പരസ്പരം തുണയായി അങ്ങനെ എത്രയോ സംഭവങ്ങൾ നടക്കുന്നു ഇല്ലേ, നമ്മൾ കാണുന്നുണ്ട് പത്രത്തിൽ. അതിലൊന്നും തെറ്റൊന്നുമില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നതിലും തെറ്റൊന്നുമില്ല. കാരണം ഈ കാലഘട്ടത്തിൽ പണ്ടൊക്കെ കൂട്ടുകുടുംബമാണ്, ഭർത്താവ് മരിച്ചാൽ വേറെ വേണ്ട, ഭാര്യ മരിച്ചാൽ വേറെ വേണ്ട, വീട്ടിൽ വേറെ അംഗങ്ങളുണ്ട്. ഇപ്പോൾ കൂട്ടുകുടുംബ സിസ്റ്റം പോയിട്ട് മക്കൾ പോലും നമ്മുടെ അടുത്തില്ലാത്തൊരു കാലഘട്ടമാണ്. അപ്പം എന്തായാലും പരസ്പരം ഒരു അറിയുന്നവരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഇത് അനുഭവിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒരു പരസ്പരം ഒരു തുണ നല്ലത് തന്നെയല്ലേ. ചിലപ്പോൾ റിട്ടയർ ആയവരായിരിക്കാം, വരുമാനം ഉണ്ടായിരിക്കാം, പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വന്ന് ഭാര്യ മരിച്ചു വരുന്നുണ്ടാവും, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു വരുന്നുണ്ടാവും, ഒറ്റപ്പെട്ട് ജീവിക്കുമായിരിക്കും, വളരെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവർ കഴിയുന്നത്. അങ്ങനെയുള്ളവർക്ക് ഒരുമിച്ച് ജീവിക്കാം, അതിന് കുഴപ്പമില്ല.
ഈ പറയുന്ന പോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവാഹബന്ധം എന്ന് പറഞ്ഞാൽ ഒരേ ഒരു കാര്യം മാത്രം ലക്ഷ്യം അതല്ല. എത്രയോ അതിനപ്പുറത്തേക്ക് എത്രയോ കാര്യങ്ങളുണ്ട് ഒരു ദാമ്പത്യ ബന്ധം എന്ന് പറഞ്ഞാൽ. പരസ്പരം ഒരു കൂട്ടായി എൻ്റെ അറിവിലുണ്ട് എത്രയോ പേര് ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്. ഭാര്യ അസുഖമായിട്ട് ഒരുപാട് നാൾ കിടന്ന് ചലനമറ്റ് കിടക്കുകയായിരുന്നു അവർ. പക്ഷേ അങ്ങേര് നന്നായിട്ട് നോക്കി മരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം വേറെ വിവാഹം കഴിച്ചു. കുട്ടികളൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ മകളെ വിവാഹം കഴിച്ച് അയച്ചതാണ്. അത് ഓർത്തോണം. മുത്തച്ഛനായതാണ്. വേറെ കല്യാണം കഴിച്ചു. അവർ സുഖമായിട്ട് ജീവിക്കുന്നു. അപ്പം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നു. അതൊന്നും വലിയ തെറ്റോ വലിയ കാര്യമൊന്നുമല്ല ഇന്നത്തെ കാലത്ത്. അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും നമ്മളെ പോലെയുള്ള ഏജ്ഡായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറാം. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർ പലപ്പോഴും ഫേസ്ബുക്കിലൂടെ ഒറ്റയ്ക്കാണ് എന്നുള്ള രീതിയിൽ നമ്മൾ നിഷ്കളങ്കരായതെന്ന് പലരും പറയും. എനിക്ക് ഭർത്താവില്ല ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ ഭാര്യ മരിച്ച ഒറ്റയ്ക്കാണ്. പക്ഷേ അങ്ങനെയുള്ളവരെ ചതിക്കാൻ വേണ്ടി ഫേക്കായിട്ട് കുറേ പേര് ഫേസ്ബുക്കിലുണ്ട്. അതും നമ്മൾ അനുഭവം കണ്ടതാണ്. പ്രായമായ ഒരാളെ പറ്റിച്ച് ഒരു ലേഡി ഒരുപാട് പൈസയൊക്കെ എടുത്തു. അതങ്ങനെ കേസൊക്കെ ആയതാണ്. അപ്പം അങ്ങനെ നമ്മൾ വെറുതെ ചെന്ന് വീഴരുത്. ശരിക്കും അങ്ങനെ നമ്മൾ രണ്ടാമതെയുള്ള ബന്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒന്നുകിൽ ആ പരസ്പരം അറിയുന്ന ഫാമിലി ആൾക്കാരായിരിക്കണം. അല്ലെങ്കിൽ നന്നായി അന്വേഷിച്ചതിന് ശേഷം മാത്രം അങ്ങനെയുള്ള ബന്ധങ്ങളിൽ ചെന്ന് വീഴുക. അറിയാതെ നമ്മൾ ചതിയിൽപ്പെടാനായിട്ട് ഒരുപാട് സാഹചര്യമുണ്ട് ഫേസ്ബുക്കിലൂടെ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ നോക്കുമ്പോൾ. അപ്പോൾ ഈ ഒറ്റയ്ക്ക് ജീവിക്കുന്ന അവർ ഞങ്ങൾ എന്ത് ചെയ്യണം, ഭാര്യ മരിച്ചുപോയി 50 വയസ്സായി ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഭർത്താവില്ലാത്ത 45 വയസ്സുകാരിയായി ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുള്ള കമൻസൊക്കെ കണ്ടു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഏതാണോ നിങ്ങൾക്ക് യോജിക്കുന്നത്, എനിക്ക് ഈ പറഞ്ഞ 3 അഭിപ്രായങ്ങളിൽ നിങ്ങൾക്ക് യോജിക്കുന്നത് ഏതാണോ അതെടുക്കാം. ഇനിയിപ്പോൾ ഇതും പറഞ്ഞ് നിങ്ങളാരാണിത് പറയാൻ, നിങ്ങൾ പറയണ പോലെ കേൾക്കണം എന്നെന്താ നിർബന്ധം, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക് എന്നൊക്കെ പറഞ്ഞ് പല കമൻസും വരും. അത് ഞാൻ മനസ്സിലാക്കുന്നില്ല. കാരണം ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നു, ഇതെൻ്റെ ഒരു അഭിപ്രായം മാത്രം. എൻ്റെ ഈ ഒരു 61 വയസ്സിനുള്ളിൽ എനിക്ക് നേരിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നും കിട്ടിയ അറിവുകളാണ് ഞാനീ പറയുന്നത്. അല്ലാണ്ട് സങ്കല്പമോ അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞതോ അല്ലെങ്കിൽ വായിച്ച കഥകളോ സിനിമ കണ്ടതോ ഒന്നുമല്ല. ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ശരിയാണല്ലോ? അപ്പോൾ ആലോചിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്നത് ചെയ്യുക. ഇനിയും എൻ്റെ ചെറിയ ചെറിയ അറിവുകൾ നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കും. എന്തഭിപ്രായം ഉണ്ടെങ്കിലും തുറന്നു പറയണം. ഞാനത് 2 കൈ നീട്ടി സ്വീകരിക്കും. തെറ്റുകൾ ഞാൻ തിരുത്തും. പിന്നെ എന്താണോ അതിൽ ന്യൂനത എന്ന് വെച്ചാൽ ഞാനത് പരമാവധി പരിഹരിക്കാൻ നോക്കും. ഓക്കേ, താങ്ക് യു.